അതിൽപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വാസുവും പത്മകുമാർ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ജയിലിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ, ഹൈക്കോടതിക്ക് കീഴിലുള്ള സംഘത്തിൽ തന്നെയാണ് പ്രത്യേക അത് തൃപ്തി രേഖപ്പെടുത്തുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നോ? അതുപോലെ അതായത് ഇപ്പോൾ പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് ആ ഹൈക്കോടതി പരാമർശമൊക്കെ പുറത്തു വരുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നതിന് പിന്നിൽ വൻ തോക്കുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ കാണുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആ വൻ തോക്കുകളെ കണ്ടെത്തണം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, അതായത് ഹൈക്കോടതി ഏർപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അതിൽ ശശിധരൻ എന്ന പോലീസ് ഓഫീസർ അടങ്ങുന്ന ടീമാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി ഈ പറയുന്ന കാട്ടുകള്ളന്മാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇതിലിപ്പം പത്മകുമാറിൻ്റെ പത്മകുമാർ ജാമ്യത്തിന് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. വാസു ഇന്ന് ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. വാസുവിൻ്റെ ഈ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. അപ്പോൾ വാസു ഉള്ളപ്പോഴല്ല ഇത് നടന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഏതായാലും ജാമ്യമൊക്കെ തള്ളിയ സ്ഥിതിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉത്തരവിൽ പരാമർശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പോറ്റി, ഇതിൻ്റെ തട്ടിപ്പ് തുടക്കം മുതൽ, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നടന്നിട്ട് ഇപ്പോൾ 2 മാസം വരെ കഴിഞ്ഞു. 3 മാസം വരെ അടുപ്പിച്ചാ പറയാം. ഒക്ടോബറാണ്. അപ്പോൾ ഏതായാലും 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം, ഇത് വന്നതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കഥാപാത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു വലിയ പ്രഭാവലയം ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രഭാവലയം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആ പ്രഭാവലയത്തിനുള്ളിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ വിലസുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കോടതിയുടെ നിരീക്ഷണമാണ്. ഇവർ കൊടുത്ത റിപ്പോർട്ടിന്മേൽ കോടതി പഠിച്ച ശേഷം കോടതിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? അപ്പോൾ അത് മാത്രമല്ല, 2019 ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം, അതായത് ദ്വാരപാലക ശില്പങ്ങളും പീഠവും കട്ടളപ്പാളിയിലും ഒക്കെയുള്ള സ്വർണം എന്ന് പറയുന്നത്, അത് സ്വർണം പൂശണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമായിരുന്നില്ല. കാര്യം ദേവസ്വം ബോർഡ് അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന KP ശങ്കരദാസ്, പത്മകുമാർ, മറ്റൊരു വിജയകുമാർ. അപ്പം അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് അങ്ങനെ ബോർഡ് തീരുമാനമെടുക്കാത്ത കാര്യം ബോർഡ് തീരുമാനമെടുത്തതായി മിനിറ്റ്സിൽ അങ്ങനെ പറഞ്ഞതായിട്ടും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെൻഷൻ പറ്റിയ ജയശ്രീ എന്ന് പറഞ്ഞ സെക്രട്ടറി, അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, അവരിപ്പോൾ പെൻഷൻ പറ്റിയിട്ടുണ്ടാവും. ഈ ജയശ്രീ എന്ന് പറയുന്ന സെക്രട്ടറിയാണ് അത് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ജയശ്രീക്ക് ആരാണ് ഇത് ഒപ്പിടാനുള്ള മുകളിൽ നിന്ന് ഓർഡർ കൊടുത്തത്? ആ തീരുമാനം ആരെടുത്തു? ബോർഡ് അംഗങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, മറിച്ച് ജയശ്രീ സെക്രട്ടറി അത് ഒപ്പിട്ടിരിക്കുന്നു. ജയശ്രീയെ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തകളൊക്കെ, ജയശ്രീക്ക് ഈ പറയുന്ന SIT കേസ് അവരുടെ പേര് പ്രതിചേർക്കപ്പെട്ടപ്പോഴത്തേക്കും ജയശ്രീക്ക് സുഖമില്ലാതായി. ജയശ്രീ വയ്യാത്ത അവരോടൊപ്പം തന്നെ പോയി ഏതോ ആശുപത്രി പോയി അവർ ഭയങ്കര മാറാരോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇതൊരു അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ പോലും അവർ ചിത്രത്തിൽ ഇനി അവരെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ജയശ്രീ ആരോട് ചോദിച്ചുകൊണ്ട് ഈ കട്ടളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുത്തേക്കാൻ നോക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു ഭയങ്കര അയാളുടേതായ ഒരു ഭൂമിക അവിടെ ഉണ്ടാക്കാൻ നോക്കി. ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. രണ്ടാമത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കാൻ ജയശ്രീ പറഞ്ഞത് ആര് പറഞ്ഞിട്ടാണ്, അതിനു മുന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി കണ്ടെത്തണം എന്ന് കോടതി പറയുകയാണ്. അത് നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇപ്പോൾ ജയശ്രീ അത് ചുമ്മാ അങ്ങനെ പറയൂ. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, അതായത് ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അവർ ഇരുന്നൊരു മീറ്റിംഗ് കൂടി, ആ മീറ്റിങ്ങിൽ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് മിനിറ്റ്സ് തയ്യാറാക്കി ആ മിനിറ്റ്സിൽ കാര്യം അതൊരു ഓർഡറായിട്ട് പുറത്തിറങ്ങും. ഇപ്പോൾ കേവലം ഒരു ചെറിയ ഫർണിച്ചർ അവിടെ ഇടുന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വേണമെങ്കിലും ആ ഓഫീസ് ആവശ്യത്തിൻ്റെ ഫർണിച്ചറുകൾ നമുക്ക് വാങ്ങണം എന്ന് പ്രസിഡന്റ് പറഞ്ഞു, അതിന് അംഗങ്ങളായ 2 പേർ പിന്തുണച്ചു. ഇങ്ങനെ ഇരുന്നാണ് മിനിറ്റ്സ് എഴുതുന്നത്. അറിയാവുന്ന മിനിറ്റ്സ്, അങ്ങനെയുള്ള മിനിറ്റ്സ് പോലും എഴുതാതെയാണ് ഈ സാധനങ്ങൾ, ഈ പറയുന്ന കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പത്തിൻ്റെ ചെമ്പ് തകിടും ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുത്തയക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോർഡ് അംഗങ്ങൾ മാത്രമല്ല, ഇതിന് മുകളിൽ ഉന്നതരുണ്ട്. ഈ ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ജയശ്രീക്ക് ആര് പറഞ്ഞിട്ടാണ് ജയശ്രീ ഇങ്ങനെ ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടത്? ഈ ബോർഡ് കൂടാത്തൊരു കാര്യത്തിന് ഒരു മിനിറ്റ്സ് ഉണ്ടാക്കുക, ആ മിനിറ്റ്സിൽ ജയശ്രീ ഒപ്പിടുക. അപ്പോൾ ഇതിന് മുകളിൽ ആളില്ലേ? ഇതാരാണ്? ആ മുകളിലുള്ള ആൾക്കാരാണ്. അതിന് മുകളിൽ ആൾക്കാരുണ്ട്. ആ ഉന്നതരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇതോടെയാണ് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിൽ ചെന്ന് നിൽക്കാനുള്ള കാരണം.
അപ്പോൾ അന്വേഷണം കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിലേക്ക് ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊക്കെ രാഷ്ട്രീയ നേതാക്കളിൽ ചെന്ന് നിൽക്കുമെന്ന് പറയുന്നില്ലേ? അതാണ് തുഫൈൽ കുറച്ച് മുമ്പ് നമ്മൾ വെറുതെ സംസാരിച്ചപ്പോൾ തുഫൈൽ പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ അന്വേഷണം ഇനി 1 മാസം കൂടെ നീട്ടിക്കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇലക്ഷന് ഡിക്ലെയർ ചെയ്യാനായിട്ട് വെറും മാസങ്ങൾ മാത്രമേ വരുള്ളൂ. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഇലക്ഷൻ വരും. മാർച്ചിന് മുമ്പ് തന്നെ ഈ സർക്കാർ തീരും. മാർച്ച് ആകുമ്പോൾ സർക്കാരിന്റെ കാലാവധി. അപ്പോൾ ജാനുവരിയോടുകൂടി തന്നെ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഇതിനകത്ത് കള്ളന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം പുറത്തു വരും. അതായത് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളിൽ ഈ അന്വേഷണം ചെന്നെത്തിയാൽ അത് ഈ സർക്കാരിനെ തന്നെ അത് ബാധിക്കും. കാര്യം ഈ കാലയളവിൽ ഭരിച്ചതല്ല ഇവർ തന്നെയാണ്. അതുകൊണ്ട് ഇത് അത് ബാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കോടതി പറഞ്ഞിരിക്കുകയാണ്. SITക്ക് ഇനിയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, കോടതി ഇത്രയും തങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇനി ആര് കയറി കാല് പിടിച്ചിരുന്നാലും SIT അന്വേഷണ സംഘം ഇത് കെട്ടുപൊട്ടിയതുപോലെ ഇവർ കയറി ഇരച്ച് കയറി എല്ലാവരെയും പൊക്കാനുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. അതിനിപ്പോൾ നമ്മൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിവാദം ഏതാണ്ട് കെട്ടടങ്ങാറാകുന്ന അറസ്റ്റും കൂടെ കഴിഞ്ഞു. ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസിഡന്റ് ആയിരുന്നു. ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി. പുള്ളി പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ശബരിമല വിഷയത്തെ പറ്റി പറഞ്ഞാൽ ശരിയല്ല, കാരണം ഹൈക്കോടതി ഇരിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന എനിക്ക് കോടതി നേരിട്ട് നടത്തുന്ന ഈ അന്വേഷണത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് ശരിക്കും സംഭവം. എന്നിട്ടും ഇതിനകത്ത് ഈ രാഷ്ട്രീയ നേതാക്കളെ പേര് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നേതാക്കൾ എത്ര പേര് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്തു? കടകംപള്ളി സുരേന്ദ്രനെ ഇവിടെ ഇതുവരെ ഒന്നും ചോദിക്കാൻ പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഉന്നതരിലെ, കൂടാതെ ശബരിമലയിലെ ചില ഉന്നത സ്ഥാനീയരുടെ അടുത്തേക്കും അന്വേഷണം എത്തുമെന്നാണ് പറയുന്നത്. ആ ഉന്നത സ്ഥാനീയർ ആരെന്ന് ചോദിച്ചാൽ കണ്ഠരര് രാഘവര്, അല്ല കണ്ഠരര് മോഹനര്, ഇങ്ങനെ ശബരിമലയിലെ തന്ത്രി കുടുംബമാണ്. അപ്പോൾ അവരിലേക്കും ആ ഉന്നതരിലേക്കും എത്തും എന്നുകൂടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതി മറ്റു ചിലർ കൂടെ പറയുന്നുണ്ട്, ഈ ജയശ്രീ എന്ന് പറഞ്ഞ സെക്രട്ടറി, ശ്രീകുമാർ, ഇവരുടെ മുൻകൂർ ജാമ്യമൊക്കെ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടെ ഇത് ഉറപ്പായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടി വരും. അവരെയും ചോദ്യം ചെയ്യും. അത് മാത്രമല്ല, ഇപ്പം ശങ്കരദാസിനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവരല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പത്മകുമാർ നേരിട്ടെടുത്ത തീരുമാനമാണ് ഈ സ്വർണ്ണപ്പാളി കൊടുത്തയക്കാനുള്ളത്. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്. ശബരിമലയിൽ പത്മകുമാർ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഒരു ബോർഡ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കോടതി ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പലരും കുടുങ്ങും. ഇതൊരു അന്താരാഷ്ട്ര സ്മഗ്ലിംഗ്, അതായത് സ്വർണ്ണക്കൊള്ള, ഈ കൊള്ള നടത്തിയത് അന്താരാഷ്ട്ര കള്ളന്മാർക്ക്, ഇപ്പോൾ ജയിലിലൊക്കെ ഉള്ള ഏതോ ചില ക്രിമിനലുകളുടെ പേരൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര കൊള്ള സംഘങ്ങൾ ഇതിനകത്ത് ഇപ്പം തന്നെ ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പം നടൻ ജയറാമിൻ്റെ വീട്ടിൽ ഒരു ക്ഷേത്രത്തിൻ്റെ കട്ടളപ്പാളി ആ കതക് കൊണ്ടുവച്ച് അവിടെ പൂജ ചെയ്തിരിക്കുന്നു. ഇത് അവിടെ നിന്ന് ആ 18-ാം പടി, അവിടെ ശബരിമല പോയവർക്കറിയാം, ഒരു സാധാരണ അയ്യപ്പ ഭക്തന് അവിടം വരെ എത്തണമെങ്കിൽ അവന് എന്ത് വ്രതവും ഒക്കെ നോറ്റാണ് അവിടം വരെ എത്തുന്നത്. അത്ര പാടാണ് ഈ യാത്ര, കാനനപാത യാത്ര. അവിടെ നിന്ന് ചുമടായിട്ട് കൊണ്ടുവന്ന് ഇത് എവിടെയെല്ലാം കൊണ്ട് നടന്ന് വെച്ച് കാശുണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഏതായാലും ഹൈക്കോടതി ഇത് വെറുതെ വിടാനുള്ള ഒരു ഇതും കാണുന്നില്ല. ഹൈക്കോടതിയുടെ ഈ അന്വേഷണം, ഹൈക്കോടതി SITക്ക് അന്വേഷിക്കാനുള്ള സർവ്വ അനുമതിയും നൽകുമ്പോൾ, നിങ്ങൾ ഉന്നതരെ പിടിക്കൂ, ഉന്നതങ്ങളിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ ഉന്നതർ ഉണ്ട് എന്ന് ഹൈക്കോടതി സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.